ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ വന്നിട്ടോ ലാസ്റ്റ് വീക്ക് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീണ്ടും ഊട്ടി വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഊട്ടിയിൽ ഞങ്ങൾ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണിത്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതാ പ്രഭാതം പൊട്ടി വിടരുന്നു എന്നൊക്കെ പറയണം എന്നൊക്കെ ഉണ്ട്. വെറുതെ പറഞ്ഞ് ചളാക്കണോ? വേണ്ട അല്ലേ? ഓക്കെ, ഏതായാലും ഇത് രാവിലെ ആ ഒരു തണുപ്പും ആ ഒരു കാറ്റും ഒക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്ത് നടക്കുകയാണ്. അപ്പം നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ആ തണുപ്പത്ത് നമ്മളിങ്ങനെ നടക്കാണ്ട് നമ്മുടെ പുറത്ത് കാണുന്ന സീനറിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതിനേക്കാളും രസം നമ്മൾ നേരിട്ട് കാണുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചു. ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഫുഡ്. അങ്ങനെ നമ്മൾ, എനിക്ക് തോന്നുന്നു, ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ആലു പൊറോട്ട, അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മൾ റീൽസ്, ഞാൻ പറഞ്ഞാണല്ലോ എവിടെ പോയാലും റീൽസ്. അങ്ങനെ ഇത് റീൽസാണ്. റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഒരുപോലത്തെ ഡ്രസ്സ് അങ്ങനെ ഇട്ട്, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2 ദിവസം 2 സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് ഗോ സ്റ്റോപ്സിലേക്കാണ്. അവിടെ ഹോസ്റ്റൽ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ഗോ സ്റ്റോപ്സിലേക്കാണ് പോയത്. നമ്മളവിടെ നിന്ന് ടാക്സി പിടിച്ച് അങ്ങനെ ഗോ സ്റ്റോപ്സിലെത്തി. ഇവിടെ നിങ്ങളെ കണ്ട പോലെ എന്താ പറയുക, വീണ്ടും സാഹിത്യം വരുന്നല്ലേ, പ്രകൃതി മനോഹരമായ ദൃശ്യം. ഇതാണ് ഗോ സ്റ്റോപ്സ്. അവിടെ നമ്മൾ കയറി. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ റൂമാണിത്. നല്ല ഭംഗിയായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് സോഫയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന 3 ബാഗ്, ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാഗായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ട്രോളി ബാഗില്ലാതെ ഒരു സ്ഥലത്തും പോവാത്ത ആൾ വെറും ഒരു ബാഗായിട്ടാണ് പോയത്. നമ്മൾ 3 പേരും ബാഗായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒക്കെ ഫ്രഷായി നമ്മൾ വീണ്ടും ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലവ് ഡേയിലേക്കാണ്. ഈ പോകുന്ന വഴിയിലുള്ള ദൃശ്യമാണിത്. ഇത് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ നേരിട്ട് കാണാം. അങ്ങനെ നമ്മൾ നേരെ ലവ് ഡേയിലെത്തി. ലവ് ഡേയിൽ നല്ല രസമാണ്. ട്രെയിന് വരുന്നുണ്ട്. ഇതിപ്പം സാധാ ട്രെയിനല്ല കേട്ടോ, ഇതൊരു കുഞ്ഞു ട്രെയിനാണ്, ടോയ് ട്രെയിൻ. ഈ ട്രെയിനിൽ കയറി നമുക്ക് അവിടെ ഇങ്ങനെ ആ ഒരു ഏരിയ ഇങ്ങനെ ചുറ്റി വരാൻ പറ്റും. അപ്പം അവിടെയുള്ള പ്രകൃതി ദൃശ്യമൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് കറങ്ങാനുള്ള ഒരു ട്രെയിനാണിത്. പക്ഷെ നമ്മളിവിടെ പോയത് സത്യം പറഞ്ഞാൽ ഇതിൽ കയറാൻ വേണ്ടിയിട്ടല്ല.
ജസ്റ്റ് ഇതൊന്ന് കാണണം. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു 1-2 റീൽസ് എടുക്കണം. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളവിടെ പോയത്. സത്യം പറഞ്ഞാൽ ഇതിൽ കയറിയാൽ നമ്മുടെ നമുക്ക് ആ ഒരു ടൈം ഇല്ല, ടൈം വേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 1-2 റീൽസൊക്കെ എടുത്തു. റീൽസ് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ട വണ്ടിയിൽ ചാടിക്കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ ആരും പരിചയമുള്ളവരൊന്നും ഇല്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു ഭാവമായിരുന്നു. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഫുൾ ഗ്ലാസ്സൊക്കെ ആയിട്ട്. കാരണം ഇതിൻ്റെ അകത്തിരുന്ന് പുറത്തിങ്ങനെ ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് നല്ല ഫുൾ ഗ്ലാസ്സിലൊക്കെ നല്ല ഒരു ട്രെയിനാണ്, ഒരു കുഞ്ഞു ട്രെയിൻ. അത് പോകുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂറോളം ഒരു യാത്രയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അത്രയും സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത്. അല്ല, അത്രയും യാത്രയൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അത്രയും സ്ലോ ആയിട്ടാണ് ഈ വണ്ടി മൂവ് ചെയ്യുന്നത്. അങ്ങനെ ടൈം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഈ ചാടിക്കയറുന്നൊക്കെ റീൽസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചാടിക്കയറുന്നു, ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ മാക്സിമം മുതലാക്കി. ഇതിൽ കയറിയും ഇറങ്ങിയും അങ്ങനെ ചാടിക്കളിക്കുന്നത് കൊണ്ടാകാം അത് എത്രയും പെട്ടെന്ന് അങ്ങ് സ്ഥലം കാലിയാക്കിട്ടോ. സമയമായോന്നും അറിയില്ല, അതങ്ങ് പോയി കിട്ടി. പിന്നെ നമ്മൾ അവിടെ ട്രെയിൻ പോയാലെന്ത്, പാളമില്ലേ, പിന്നെ നമ്മുടെ കളി പാളത്തിലായി. ഒന്നും വെറുതെ വിടൂല എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഇതിൻ്റെ പാട്ട് എല്ലാവർക്കും അറിയാം. ആ പാളത്തിൽ കളിക്കുമ്പോഴുള്ള പാട്ട് ഏതായിരിക്കുന്നു? ചൂളമടിച്ച് കറങ്ങി നടക്കും. എങ്ങനെയുണ്ട്? മച്ചല്ലേ? ഇത് തന്നെയാണ് കേട്ടോ. ഈ പാട്ടും വെച്ച് നമ്മൾ റീലാക്കി. അപ്പോൾ ഞാനെൻ്റെ ഇൻസ്റ്റാ ID കൂടി ഇടാമേ. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ കറങ്ങി നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കിടന്നങ്ങനെ അർമാദിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് പോവാണ്. അവിടെ നിന്ന് ഇങ്ങനെ മടങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്നിട്ട് നേരെ ഞങ്ങൾ അവിടെ വാക്സ് വേൾഡ്, അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തി, മ്യൂസിയത്തിലെത്തി. വാക്സ് വേൾഡാണ്, വാക്സ് വേൾഡ് മ്യൂസിയം. അത് നമ്മൾ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അകത്ത് ഫ്രണ്ടിൽ തന്നെ നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ഗാന്ധി അപ്പൂപ്പനെയാണ്. ഗാന്ധിജിയെയും യേശുവിനെയും മാത്രമേ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ചാർജ് അങ്ങ് തീർന്നു പോയി. അങ്ങനെ അതോടെ വീഡിയോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോയതാണ്. എന്നിട്ട് കുറച്ച് ചാർജ് ചെയ്താൽ നമ്മളിപ്പോൾ ഐസ്ക്രീം ഷോപ്പിലാണ് ഉള്ളത്. തണുപ്പാണെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്റ്റോപ്പിലെത്തി. അവിടെ ഇങ്ങനെ പുറത്തൊക്കെ കുറേ നടന്നു. പിന്നെ കുറേ അവിടെ എല്ലാം കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് പുറത്ത് അങ്ങനെ കുറേ ചുറ്റി നടന്നു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് അവിടെ തന്നെയായിരുന്നു. ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കിടക്കലായി. അങ്ങനെ നമ്മൾ 3 ആളും ഒരു ബെഡിലങ്ങനെ ചുരുണ്ട് കൂടി.
ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. നെക്സ്റ്റ് ഡേയുടെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഫ്രീ ആവാമെന്ന് വിചാരിച്ച് രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേര് നാത്തൂന്മാർ കുറച്ച് സമയം പക്ഷേ ഒരുപാട് ഓർമ്മകളുമായി ഞങ്ങൾ 3 പേരും അങ്ങനെ തിരിച്ചു മടങ്ങുകയാണ് വീട്ടിലേക്ക്. ഞാനും ആഷിഫയും മൂത്താങ്ങളുടെ ഭാര്യ ആഷിഫയും എൻ്റെ വീട്ടിലേക്കും ഷായി ബാംഗ്ലൂരിലേക്കാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് വന്നതും. അപ്പം ഷായി അവിടേക്കും ഞങ്ങൾ 2 പേര് എൻ്റെ വീട്ടിലേക്കാണ് മടങ്ങിയത്. ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ നിന്ന് അവിടെ നിന്ന് കയറി. ഷായി നേരെ ഡയറക്റ്റ് ബാംഗ്ലൂർ ബസ്സായിരുന്നു, ഊട്ടി ടു ബാംഗ്ലൂർ ബസ്സായിരുന്നു. ഞങ്ങൾ മൈസൂർ ഇറങ്ങിയിട്ട് പിന്നെ സുള്ളിയ വഴി എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ, ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ. ഇതുപോലുള്ള യാത്രകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ 3 പേരും ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന വേണം. യാത്രകൾ നല്ലതാണ്. യാത്രകൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള 3 ദിവസങ്ങൾ അങ്ങനെ തീർന്നു. അങ്ങനെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ വരുന്ന ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.